ഇടയന്മാർ ഈശോയെ ആരാധിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ തലേ ദിവസം സന്ധ്യയ്ക്ക് ഞാൻ എൻ്റെ ഈശോയുടെ സാന്നിധ്യത്തിൽ എഴുതുന്നു. ഈശോ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, പൂർണ്ണമായും എനിക്ക് വേണ്ടിയാണ്. ഒരു ദീർഘകാലത്തിന് ശേഷം ഈശോ എനിക്ക് വേണ്ടി തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങ് പറയുമായിരിക്കും, അതെങ്ങനെ? നീ 1 മാസത്തോളം അവിടുത്തെ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നിട്ടും നീ പറയുന്നു ഒരു ദീർഘകാലത്തിന് ശേഷമാണ് ഈശോ നിന്റെ പക്കൽ വരുന്നതെന്ന്. ഞാൻ വീണ്ടും അതിന് മറുപടി പറയാം. ഇത് വാക്കാലും കത്തുവഴിയും ഞാൻ അനേക പ്രാവശ്യം അങ്ങയോട് പറഞ്ഞിട്ടുള്ളതാണ്. കാണുന്നതും കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി കാണുകയും കേൾക്കുകയും ചെയ്യുന്നതും എനിക്ക് വേണ്ടി മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആദ്യത്തെ കാര്യത്തിൽ ഞാൻ നിരീക്ഷകനാണ്.